നമസ്കാരം. സിമ്പിൾ ടെക്നിക്കിലേക്ക് സ്വാഗതം. എൻ്റെ പേര് മാത്യൂസ് കഴിക്കോടൻ. ഞാൻ കേരള കാർഷിക സർവകലാശാലയിൽ നിന്ന് റിട്ടയറായ ഒരു അസിസ്റ്റൻറ്റ് എഞ്ചിനീയറാണ്. നിങ്ങൾക്ക് ഞാൻ ചെറിയൊരു ടെക്നിക്ക് പറഞ്ഞുതരാം. അതായത് വീടുകളിൽ ചില കിണറുകളിൽ അയൺ കണ്ടൻറ്റ് കൂടുതലാണ്. അയൺ കണ്ടൻറ്റ് കൂടുതലുണ്ടെങ്കിൽ അത് നമുക്ക് വാഷ് ബേസിൻ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഭയങ്കര ഇതുപോലെ നമുക്ക് കാണാം കറ പിടിച്ചിരിക്കും. അതിനായിട്ട് നമുക്ക് ഈ സ്റ്റെയിൻ റിമൂവർ ഉപയോഗിച്ച് നോക്കാനാണ് പറയുന്നത്. നമ്മൾ സ്റ്റെയിൻ റിമൂവർ ഇങ്ങനെ അടിച്ച് കുറച്ച് കഴിഞ്ഞ് കുറച്ച് സെക്കൻഡുകൾക്ക് ശേഷം അത് തുടച്ച് കഴിഞ്ഞാൽ പോകും എന്നാണ് പറയുക. നമുക്ക് തുടച്ച് നോക്കാം. ഇത് ഒന്നും സംഭവിക്കുന്നില്ല. നേരെ മറിച്ച് ഇത് അതിൽ എഴുകി ചേർന്നിരിക്കുകയാണ്. അതിൻ്റെ സെറാമിക് കോട്ടിങ്ങിൽ അത് ചേർന്നിരിക്കുകയാണ്. അതൊരു കാരണവശാലും ഏത് സ്റ്റെയിൻ റിമൂവർ ഇട്ടാലും പോയില്ല. അതിന് പകരം നമ്മുടെ സാൻഡ് പേപ്പർ P20 അല്ലെങ്കിൽ 100 ഇട്ട് കഴിഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് വെച്ച് കൊടുത്താൽ ഇനി നമ്മൾ ഇത് ഇടാത്ത സ്ഥലത്ത്, സ്പ്രേ അടിക്കാത്ത സ്ഥലത്ത് നമുക്ക് ചെയ്ത് നോക്കാം. സ്പ്രേ അടിച്ചിട്ടില്ല. ആ ഭാഗം വളരെ ക്ലിയറായി അല്ലേ? അപ്പോൾ ഇതുപോലെയുള്ള നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് വളരെയധികം റബ്ബ് ചെയ്യരുത്. കാരണം സെറാമിക് കോട്ടിങ് വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. വളരെയധികം റബ്ബ് ചെയ്ത് ഹാർഡ് പേപ്പർ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ സെറാമിക് പുറത്ത് മറ്റേ ക്ലേ പുറത്ത് വന്നു പിന്നെ അതിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ചെറിയ രീതിയിൽ നമ്മളങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഈ സ്റ്റെയിൻ മുഴുവൻ പുതിയ വാഷ് ബേസിൻ പോലെ ആക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.